ഹായ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് കോലാപ്പൂരിലാണ്. ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്നൊരു യാത്രയായിരുന്നു. ഒരു ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത്, ഒരു ദിവസം എന്ന് പറയാൻ പറ്റില്ല, ഒരു രാത്രി കൊണ്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഈ യാത്ര. നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ പൂനെയിൽ നിന്ന് 5 മണിക്കൂർ യാത്രയാണ് കോലാപ്പൂർക്കുള്ളത്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ സേലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നാളെ രാത്രി സേലത്ത് സ്റ്റേ ചെയ്യും. അടുത്ത ദിവസം കൊല്ലത്ത് ഡയറക്റ്റ് കൊല്ലത്തോട്ട് പോകും. അപ്പോൾ ഇത് വീട്ടിൽ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഈ യാത്രയിൽ എപ്പോഴെങ്കിലും ആ ഒരു സർപ്രൈസ് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം എനിക്ക് അമ്മയടുത്ത് ഒരു രഹസ്യം ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല. പിന്നെ അച്ഛൻ എവിടാ മോളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പറഞ്ഞിരിക്കും. കാരണം അച്ഛനടുത്ത് ഞാൻ കള്ളവും പറയത്തില്ല. അതുകൊണ്ട് ഇത് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ ഈ സർപ്രൈസ് പൊളിയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഏട്ടൻ്റെ വീട്ടിൽ എല്ലായിടത്തും പറഞ്ഞു, ചേച്ചിയെടുത്തും ചേട്ടത്തിമാരടുത്തും അമ്മയടുത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്കറിയാം ഞങ്ങൾ വരുമെന്നുള്ളത്. അപ്പോൾ വീണ്ടും നമ്മൾ കാറിൽ ഒരു യാത്ര തുടരുകയാണ്. ഇപ്പോൾ 6 മാസമായിട്ടേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ വെക്കേഷനാണ് നാട്ടിൽ പോയിട്ട് വന്നത് കാറിൽ. വീണ്ടും നമ്മൾ കാറിൽ തന്നെ പോവുകയാണ്. കാരണം ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാൻ നോക്കിയിട്ട് ട്രെയിനിൽ കിട്ടുന്നില്ല. ഫ്ലൈറ്റിലാണെങ്കിൽ നല്ല റേറ്റുമാണ്. അപ്പോൾ വിചാരിച്ചു കാറിൽ തന്നെ പോയിട്ട് വരാമെന്ന്. അപ്പോൾ അവിടുന്ന് വരുന്ന വഴിക്കുള്ള കുറച്ച് ക്ലിപ്പിങ്സ് ഉണ്ട്, അതൊക്കെ ഞാൻ കാണിക്കാം. ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു ഇതായിരുന്നു. ഞാൻ വിചാരിച്ചത് ഹോട്ടലിൽ വന്നതിന് ശേഷം എടുക്കാമെന്ന്. ഇനി പെട്ടെന്ന് കിടന്നുറങ്ങണം. നാളെ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് വീണ്ടും യാത്ര തുടരണം. അപ്പോൾ നേരെ ഞങ്ങൾ ഇനി സേലത്തേക്കാണ് പോകുന്നത്. നാളെ ഞാൻ കണ്ടിന്യൂസ് ഉള്ള അപ്ഡേഷൻസൊക്കെ തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രിയിലാണല്ലോ പ്ലാൻ ചെയ്തതെല്ലാം. അപ്പോൾ ഞങ്ങൾ വണ്ടി സർവീസ് ചെയ്യാനായിട്ട് ഇന്ന് രാവിലെയാണ് കൊടുക്കുന്നത്. രാവിലെ ഇന്ന് സൺഡേ ആണ്. സൺഡേ രാവിലെ കൊണ്ടുവന്ന് കൊടുത്തു. അവർ 3 മണിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് 3:30 വണ്ടി കിട്ടിയപ്പോൾ ഞങ്ങൾ കൃത്യം 4 മണിക്ക് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ കോലാപ്പൂർ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് തിരക്കുള്ള ഏരിയ നമുക്ക് കവർ ചെയ്യാനും പറ്റും. നമ്മൾ പോകുന്ന റൂട്ട് ഞാനൊന്ന് പറയാം. പൂനെയിൽ നിന്ന് നേരെ സത്താറ, കോലാപ്പൂർ സ്റ്റേ ചെയ്തിട്ട് പിന്നെ ബെൽഗാവ്, ധാർവാഡ്, ഹോസൂർ വഴി സേലത്താണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കോലാപ്പൂരാണെങ്കിൽ നാളെ നമ്മൾ സേലത്താണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ തവണ പൂനെ ടു കേരള ട്രിപ്പിൽ നമ്മൾ ഫസ്റ്റ് ഡേ സ്റ്റേ ചെയ്തത് മാംഗ്ലൂരായിരുന്നു. സെക്കൻഡ് ഡേ നമ്മൾ മാംഗ്ലൂർ, കാസർഗോഡ്, കണ്ണൂർ അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത്തവണ നമ്മളൊരു ചേഞ്ച് വരുത്തിയേക്കുകയാണ്. നമ്മൾ ഇത്തവണ തമിഴ്നാട് വഴിയാണ് പോകുന്നത്. അപ്പോൾ സേലത്താണ് നാളെ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ റോഡ് നല്ലതാണ്, എങ്ങും നിർത്തേണ്ട ആവശ്യമില്ല. റോഡ് പണി വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ റൂട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് റോഡ് പണി നടക്കുന്നത് കൊണ്ട് നമുക്കത് തിരഞ്ഞെടുക്കാനും പറ്റില്ല, നമുക്കൊരുപാട് സമയവും ഇല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തമിഴ്നാട് വഴി പോകാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. ഹോട്ടൽ കിസാൻ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 10:30 ആവും നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടലിൽ എത്താനായിട്ട്. അപ്പോൾ അവിടെ ചിലപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡിന്നർ ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു അരമണിക്കൂറും കൂടെ ഉള്ളൂ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ എത്താനായിട്ട്. 9:30 ഇപ്പോൾ 9:30 ആയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് 10:30 ആകുമ്പോൾ നമ്മൾ ഹോട്ടലിൽ എത്തുമായിരിക്കും. അപ്പോൾ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ഇനി കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങാം. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, ഇനി ഇറങ്ങാൻ പോവുകയാണ്. വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു മീഡിയം ലെവലിലായിരുന്നു. എന്നാൽ മോശവും പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഹോട്ടലിലേക്കാണ്. ഉച്ചയ്ക്ക് തന്നെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോട്ടൽ ദർശനിലാണ് നമ്മളിന്ന് രാത്രി സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 2 പേരും, ഇഷയും ബദ്രിയും നല്ലപോലെ ടയേർഡാണ്, അവർക്ക് ഉറക്കവും വരുന്നുണ്ടായിരുന്നു. ഇനി നമ്മളിവിടെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ പോയി കിടന്നുറങ്ങുക. രാവിലെ തന്നെ 4 മണിക്ക് ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ യാത്രയുടെ 2ാമത്തെ ദിവസമാണ്. ഞാൻ 3 മണിയായപ്പോൾ തന്നെ എഴുന്നേറ്റു, റെഡിയായി. കാരണം 4 മണിക്ക് നമുക്കിവിടെ നിന്ന് ഇറങ്ങാനാണ് പ്ലാന്. ഞാനും പിള്ളേർ റെഡിയായിരിക്കുകയാണ്. ഇനി ചേട്ടനും കൂടെ റെഡിയായാൽ മതി. ഇനി നമ്മൾ കോലാപ്പൂരിൽ നിന്ന് നേരെ സേലത്തേക്ക് ആണ് പോകുന്നത്. സേലത്താണ് ഇന്ന് രാത്രി സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് യാത്രയിൽ നിന്നൊക്കെ കാണാം. ഇന്ന് മിക്കവാറും നമ്മുടെ സർപ്രൈസ് പൊളിയാനുള്ള ചാൻസുകളുണ്ട്. കാരണം ഇന്ന് അമ്മ ഒരു 10-10:30 ആകുമ്പോൾ അമ്മ എന്നെ വിളിക്കും. അപ്പോൾ ചിലപ്പം ഞാൻ പറഞ്ഞു പോവും. അതല്ല അച്ഛനെ വിളിക്കുന്നെങ്കിൽ ഷുവറാണ് ഞാൻ പറയും. അച്ഛനെ എവിടാ മോളെ ഇപ്പോൾ എന്തെടുക്കുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ ഞാൻ മണി പോലെ എല്ലാ സംഭവം പറഞ്ഞു കൊടുക്കും. അപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്.
അപ്പോൾ ഇനി 2 ദിവസം ഞാൻ ഈ സർപ്രൈസ് ഉള്ളിൽ ഇങ്ങനെ ഒളിപ്പിച്ചുകൊണ്ട് വേണം പോകാനായിട്ട്. നാളെ രാത്രിയിലോ അല്ലെങ്കിൽ നാളെ വൈകിട്ടാകുമ്പോഴത്തേക്ക് നമ്മൾ കൊല്ലത്തെത്തും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാണാം. അമ്മ അടുത്ത് പറയല്ലേ, ഇതൊരു സർപ്രൈസാണ്. സർപ്രൈസ് അത് കൊളാക്കരുത്. അടുത്ത് പറയല്ലേ. ഞങ്ങൾക്ക് സർപ്രൈസ് സൂക്ഷിക്കാൻ അറിയാം. എൻ്റെ അമ്മയ്ക്ക് സർപ്രൈസ് നോക്കാൻ അറിയത്തില്ലെന്ന് തോന്നുന്നു. പ്ലീസ് പറഞ്ഞാല് ഇതൊരു സർപ്രൈസ് ആണ്. എനിക്ക് റിയാക്ഷൻ ആണ്, വീഡിയോയിലും ഇടണം. പറഞ്ഞാലും ഞങ്ങൾ ആദ്യം എടുത്ത് പറയത്തില്ല, പോരെ? ഇന്നലെ നമ്മൾ പൂനെയിൽ നിന്ന് കോലാപ്പൂർക്ക് വന്നപ്പോൾ കാർബൺ ഒന്നും വിരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ആകെ 5 മണിക്കൂർ മാത്രം ഇരുന്നാൽ മതിയല്ലോ, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഫുൾ ഡേ ഇരിക്കേണ്ടത് കൊണ്ട് നമ്മൾ കാർബൺ എല്ലാം വിരിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോൾ 4:10 ആയിട്ടുണ്ട്. നമ്മൾ കോലാപ്പൂരിൽ നിന്ന് സ്ഥലത്തേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. ഇവിടുന്ന് കോലാപ്പൂരിൽ നിന്ന് സ്ഥലത്തേക്ക് 805 കിലോമീറ്റർ ആണുള്ളത്. 14 മണിക്കൂർ 9 മിനിറ്റാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. ഞങ്ങളിവിടെ കുറച്ചൊന്ന് ബ്രേക്ക് എടുത്തതാണ്. കണ്ടിന്യൂസ് 2.5 മണിക്കൂർ വണ്ടി തന്നെ ആയിരുന്നു. എനിക്കാണെങ്കിൽ നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ചെറിയൊരു കട കണ്ടു, ചായ കുടിക്കാനായിട്ട് നിർത്തി. എനിക്ക് ചായ വേണ്ട, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി നിന്നാൽ മതിയായിരുന്നു. അത്രയ്ക്ക് നടുവും എല്ലാം അങ്ങ് ഇതായിപ്പോയി കണ്ടിന്യൂസ് ഇരുന്നത് കൊണ്ട്. അപ്പോൾ ഇവിടെ ടോൾ കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു ചായക്കട കണ്ട്. ഇപ്പോഴാണ് നേരെ ഒന്ന് കറക്റ്റ് വെളുത്ത് വന്നത്. ഇതുവരെയും റോഡും ശരിയല്ലായിരുന്നു, അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം ഡൈവേർഷൻ ചെയ്തിട്ടേക്കുന്നു. എൻ്റെ വെളിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. ദീദിക്ക് ചായ വേണമെന്ന് പറഞ്ഞ് ദീദി അച്ഛനും മാത്രമേ ചായ കുടിക്കുന്നുള്ളൂ. ഞാനും ബദ്രിമോനും ചായ കുടിക്കത്തില്ല. ചേട്ടനാണെങ്കിൽ ഇതുപോലെ ലോങ് ട്രിപ്പ് പോവുകയാണെങ്കിൽ മാത്രം ചായ കുടിക്കും. ആ വീട്ടിൽ ചായ കുടിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ബൽഗാവ് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റുന്നില്ല, ആ മാതിരി തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ജാക്കറ്റോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. പിള്ളേർക്കൊന്നും കുഴപ്പമില്ല, എനിക്ക് സഹിക്കാൻ വയ്യാത്ത തണുപ്പ്. താണ്ടേ ഞാൻ ഷീറ്റൊക്കെ എടുത്ത് പുതച്ചായിരിക്കുന്നത് ഫ്രണ്ടിൽ. അവർക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ബാക്കിൽ കിടക്കാൻ നേരത്ത് ഉറങ്ങാൻ നേരത്ത് പുതയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഞാനാ ഇപ്പോൾ അത് പുതയ്ക്കുന്നത്. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല തണുപ്പ്, നല്ല തണുപ്പുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടോ ദിവസങ്ങളിൽ കൂടുതലായിരിക്കും. അത് കണ്ടിന്യൂസ് മഴയ്ക്ക് ശേഷം വീണ്ടും തണുപ്പ് തുടങ്ങുക. ധാർവാഡായപ്പോഴേക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ നിർത്തി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മസാല ദോശയും പൂരിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബദ്രിമോൻ ആ പൂരിയുടെ വലുപ്പം കണ്ടപ്പോഴേ പേടിച്ചു, കാരണം അവൻ ഇത്രയും കൂടെ കഴിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ ഞങ്ങൾ പൂനെയിൽ നിന്ന് കേരളത്തിലേക്ക് പോയ സമയത്ത് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ കയറിയത് ഈ സെയിം ഹോട്ടലിൽ നിന്നായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ലഞ്ച് പനീർ കറിയൊക്കെ നമ്മളിവിടെ നിന്നാണ് കഴിച്ചത്, നല്ലതായിരുന്നു. പിന്നെ വാഷ്റൂം, നല്ല വൃത്തിയുള്ള വാഷ്റൂമാണ്. അതാണ് മെയിനായിട്ട് നമ്മളിവിടെ നിർത്താനുള്ള കാരണം. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് വളരെ മോശമായിരുന്നു, ഒട്ടും കഴിക്കാൻ പറ്റില്ല. ബദ്രിമോന് ഒരു പൂരി ഫുള്ള് പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അവനൊട്ടും വേണ്ടാന്ന് പറഞ്ഞു. അതുപോലെ മസാല ദോശയാണെങ്കിൽ പഞ്ചസാര ഇട്ടാൽ എങ്ങനെ മധുരം, അതുപോലെ മധുരമായിരുന്നു. ചട്നികളോ ഒന്നും കൊള്ളത്തില്ലായിരുന്നു. പിള്ളേർ രണ്ടുപേരും കൊണ്ടുപോയി കളയുകയായിരുന്നു ചെയ്തത്. പിന്നെ ഞാനും ചേട്ടനും കുറച്ച് കഴിച്ചു. ചേട്ടൻ ഫുള്ള് കഴിച്ചു. മാക്സിമം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്, പക്ഷേ ഒട്ടും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടുന്ന് മാംഗ്ലൂർ പോകുമ്പോൾ ദേ ആ കാണുന്ന റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ മാംഗ്ലൂർ വഴിയല്ല പോകുന്നത്, ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. അപ്പം ആ ലോറി പോകുന്ന നേരെ റോഡിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇനി നമ്മൾ നേരെ പോകുന്നത് സേലത്തേക്കാണ്. ഇവിടുന്ന് 603 കിലോമീറ്റർ ഉണ്ട് സേലത്തേക്ക്. നമ്മളൊരു 6:30 ആകുമ്പോൾ എത്തുമെന്നാണ് കാണിക്കുന്നത്. ഇനി ലഞ്ച് ബ്രേക്കും ടീ ബ്രേക്കും ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ 8-9 മണിയാകുമ്പോൾ എത്തുമായിരിക്കും. നാളെ ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്ക്, വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് കേരളത്തിലെത്തും. കേരളത്തിൽ നിന്നല്ല, നമ്മൾ കൊല്ലത്തെത്തും വീട്ടിൽ. ദീദിക്ക് തുമ്മൽ, രാവിലെ തൊട്ടേ നല്ല തുമ്മൽ, അതാ മൂക്കിൽ സ്കാർഫൊക്കെ കെട്ടിയിരിക്കുന്നത്. ബദ്രി എന്തോ പറയുന്നത്? ബദ്രി രാവിലെ ഒരു പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടിരിക്കുക. അവൻ പറയുന്നത് ഓരോ സ്റ്റേറ്റിൽ നിന്നും ഓരോ തരം ജ്യൂസ് കുടിക്കണമെന്ന്. ഇപ്പോൾ പൈനാപ്പിൾ ജ്യൂസിൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി തമിഴ്നാട്ടിൽ കയറുമ്പോൾ ഏത് ജ്യൂസാണെന്ന് അറിയത്തില്ല. അവൻ ഇഷ്ടമുള്ളത് അവൻ അന്നേരം ഓർഡർ ചെയ്യും. മിൽക്ക് ഷേക്ക്. ശരി. ഇന്നലെ നമ്മൾ പൂനെയിൽ നിന്ന് യാത്ര തുടങ്ങിയ സമയത്ത് 3000 രൂപയുടെ പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 3100 രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചിട്ടുള്ളത്. ഒരുപാട് നേരം ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് നിർത്തുക. ഒന്നുകിൽ വാഷ്റൂമുള്ള സ്ഥലം, അത് വെച്ചാൽ പെട്രോൾ പമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റോ അങ്ങനെ, അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കരിക്കും വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലം. അതാകുമ്പോൾ 2 ഗുണങ്ങളുണ്ട്. നമ്മുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും, ടൈം ഒരുപാട് വേസ്റ്റ് ആവത്തുമില്ല, ചേട്ടന് റെസ്റ്റ് എടുക്കാനും പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ നോക്കി ബ്രേക്ക് എടുക്കുന്നത്.
കർണാടകയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ വിൻഡ് ടർബൈൻ ബ്ലേഡുകൾ ഒരുപാട് കാണാൻ സാധിക്കും. നമ്മൾ ഇത് അടുത്ത് കാണുമ്പോഴാണ് ഇതിൻ്റെ വലുപ്പം ഇത്രയുണ്ടെന്നും ഇത്രയും നീളമുണ്ടെന്നും മനസ്സിലാക്കുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇത്രയൊരു വലുപ്പം തോന്നാറില്ല. ഇതുപോലത്തെ ഒരുപാട് വണ്ടികൾ ഇതേപോലെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് കാണാം. റോഡിൻ്റെ സൈഡുകളിൽ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടേക്കുന്നത് കാണാം. അത് ഞാൻ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. തമിഴ്നാട്ടിലും കുറച്ച് ഏരിയകളിൽ കണ്ടിട്ടുണ്ട്, അതുപോലെ കർണാടകത്തിലും കണ്ടിട്ടുണ്ട്. ഈ ദീപാവലി വെക്കേഷന് ഞങ്ങൾ കുറച്ച് ദൂരമുള്ളൊരു അമ്പലത്തിൽ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ഞാനത് അമ്മയായിട്ട് ഷെയർ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കർണാടക ബോർഡറിലാണ് ആ ക്ഷേത്രമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, മക്കളെ അവിടം വരെ വരുവാണെങ്കിൽ നിങ്ങൾ കേരളത്തിലേക്കൊന്ന് വന്നിട്ട് പോകാമല്ലോ, ഒരു ദിവസം മതിയല്ലോ എന്ന്. അപ്പോൾ ഇത് നമ്മൾ നാട്ടിലേക്ക് വരുന്നതിന് മുന്നേ അമ്മയിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അമ്മ ഇന്നലെ ഫുൾ അമ്മ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ വരുന്നുണ്ടോ, കേരളത്തിലേക്ക് വരുവാണെങ്കിൽ വീട്ടിൽ വരുമോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ആ കടമ്പ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെയും പറഞ്ഞില്ല, പറയാതെ പറഞ്ഞു. ഞാൻ വെറുതെ കളി പറയുന്ന കണക്ക് പറഞ്ഞു ചിലപ്പോൾ ഞാൻ വന്നേക്കും, ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതാണ്, സമയം ഉണ്ടെങ്കിൽ ഞങ്ങളൊന്ന് കയറിയേക്കും എന്നൊക്കെ വെറുതെ പറ്റിക്കുന്ന കണക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ ഇന്നത്തെ കടമ്പ ഞാൻ കടന്നു. ഇനി നാളെയും കൂടെ ഉണ്ട്. നാളെ വിളിക്കുമ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അമ്പലത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് ഇനി വീട്ടിലോട്ട് പോവുകയാണെന്ന് വേണം പറയാൻ. എന്നിട്ടും അമ്മ പറഞ്ഞു ഇത്ര ദിവസം ലീവില്ലേ, അമ്പലത്തിൽ കയറിയിട്ട് ഡയറക്റ്റ് വന്നിട്ട് പൊയ്ക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ ഈ സർപ്രൈസ് പരിപാടികളൊന്നും ഇല്ല, എല്ലാം ഡയറക്റ്റാ. അതുകൊണ്ടാണ് ചേട്ടൻ രാവിലോട്ടേ പറയുന്നത് നീ ഉച്ചയ്ക്ക് വിളിക്കുമ്പോൾ അങ്ങ് പറഞ്ഞേക്കെന്ന്. പക്ഷെ ഞാൻ നോക്കട്ടെ, മാക്സിമം ഞാൻ പിടിച്ച് നിൽക്കും. ഇപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. നമസ്തേ ബംഗളൂരു എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഞങ്ങൾ സൗത്ത് ഇന്ത്യൻ മീൽസാണ് ഞാനും ചേട്ടനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിള്ളേർ റൊട്ടിയും മിക്സ് വെജും പനീർ കറിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇഷ ഒരു സൂപ്പ്, ടൊമാറ്റോ സൂപ്പ് ഓർഡർ ചെയ്തു. അവൾക്ക് ചെറിയ ജലദോഷവും തുമ്മലൊക്കെ ഉണ്ടായതുകൊണ്ട് അവൾക്ക് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അത് ഓർഡർ ചെയ്തേക്കുകയാണ്. നല്ല ഫുഡായിരുന്നു. ഇത്രയും ദിവസം 2 ദിവസം നമ്മൾ പല ഹോട്ടലുകളിൽ കയറിയിട്ടുണ്ടെങ്കിലും ഇന്നത്തേത് ഇപ്പോൾ കഴിക്കുന്നത് ഈ നമസ്തേ ബംഗളൂരു എന്ന് കഴിച്ച ഫുഡ് നല്ല സൂപ്പറായിരുന്നു. നല്ല പ്യുവർ വെജാണ്, നല്ല ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ ആ വെജിറ്റബിൾ മാത്രം കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. മാക്സിമം ഈ ഹോട്ടലിൻ്റെ പേരൊന്ന് നോക്കി വെച്ചേക്കുക. ഇതുവഴി പോകുന്നവർ ഇവിടെ കയറി കഴിക്കാൻ ശ്രമിക്കുക. നമസ്തേ ബംഗളൂരു എന്നാണ്, റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ ഹോട്ടലുള്ളത്. ഞങ്ങൾ ഇവിടുന്ന് തന്നെ സേലത്ത് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യുകയാണ്. പിന്നെ സേലത്താണല്ലോ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് തന്നെ ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ ഉറങ്ങാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു മൊത്തം കണ്ണിന് 4 സൈഡിലും ഡാർക്ക് സർക്കിളൊക്കെ ആയി നല്ലൊരു കോലമായിട്ടുണ്ട്. ഇനി ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് നേരെ സേലത്തേക്ക്. ഇപ്പം നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ഈ റെഡ് കളർ കാണുന്ന ബോർഡുകളെല്ലാം പടക്കം വിൽക്കുന്ന ഷോപ്പുകളാണ്. ഈ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകളെല്ലാം അവിടേക്ക് വന്നതാണ്. പോലീസ് നിന്നിട്ടാണ് ഇവരെ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയ്ക്ക് തിരക്കാണ് ഓരോ ഷോപ്പിലും. ചായ കുടിക്കാനായിട്ട് നിർത്തിയതാണ്. ഈ ഷോപ്പ് നടത്തുന്നത് മലയാളികളാണ്. അത് അറിഞ്ഞുകൊണ്ട് നിർത്തിയതൊന്നുമല്ല, അവിടെ നിന്ന് മനസ്സിലാക്കിയതാണ്. പിന്നെ ഇവിടുന്ന് തന്നെ നമ്മൾ സാൻഡ്വിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു രാത്രി കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഹോട്ടലിലെത്താൻ ഒരു 1.5 മണിക്കൂറുള്ളപ്പം മുതൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വളരെ പതിയെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഹോട്ടലിൽ ചെന്നിട്ട് കാണാം. സേലത്ത് നമ്മൾ ഹോം സ്റ്റേ ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്രാൻഡ് സ്റ്റേ എലൈറ്റ് എന്നാണ് ഈ ഹോം സ്റ്റേയുടെ പേര്. അപ്പോൾ ഇനി ഒന്ന് ഫ്രഷായി നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന സാൻഡ്വിച്ചും കഴിച്ചിട്ട് കിടക്കാം. എപ്പോഴത്തെയും പോലെ തന്നെ രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കണം. 4 മണിക്ക് തന്നെ നമുക്ക് യാത്ര പുറപ്പെടണം. ഞങ്ങളൊരു 7:45 ഒക്കെ ആയപ്പോഴത്തേക്ക് സേലത്ത് നമ്മൾ ഹോം സ്റ്റേ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തി. എന്തായാലും സിറ്റിയിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നും അല്ല, അടുത്ത് തന്നെയാണ്. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ആകണം. എന്നിട്ട് നമ്മൾ ഡിന്നർ മേടിച്ചിട്ടുണ്ടായിരുന്നു. സാൻഡ്വിച്ചാണ് മേടിച്ചത്, അത് കഴിക്കുക. നല്ലതുപോലെ ഒന്ന് ഉറങ്ങണം. കാരണം ഇന്നലെ വളരെ കുറച്ചേ ഉറങ്ങാൻ പറ്റുള്ളൂ. പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് 3 മണിക്ക് തന്നെ, ഇന്ന് രാവിലെ 3 മണിക്ക് തന്നെ എഴുന്നേറ്റില്ലയോ, നല്ല ടയേർഡാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് കുളിച്ച് ഫ്രഷായി ഡിന്നറും കഴിച്ചിട്ട് പെട്ടെന്ന് ഉറങ്ങണം. നാളെ നമ്മൾ വീട്ടിലെത്തും. ഇതുവരെ ഞാൻ സർപ്രൈസ് ഒന്നും പൊളിച്ചിട്ടില്ല. ഇനി നാളത്തെ കാര്യം എന്താവുമെന്ന് അറിയത്തില്ല. ബദ്രി ഇഷ എന്നെ ഭീഷണിപ്പെടുത്തി വെച്ചേക്കുവാണ് പറയരുതെന്ന് വെച്ചിട്ട്. ഞാൻ ഇന്ന് വൈകിട്ട് അമ്മ വിളിച്ചപ്പോഴും എൻ്റെ വായിന്ന് പലതും വന്നതാണ്, പക്ഷെ അമ്മയ്ക്ക് മനസ്സിലായില്ല. അമ്മയ്ക്ക് അങ്ങനെ പെട്ടെന്ന് ഡയറക്റ്റ് പറയാവുന്ന കാര്യങ്ങളല്ലാതെ അമ്മയ്ക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ നാളെ നമ്മൾ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളെ വീട്ടിലെത്തും.
അപ്പോൾ ഇനി നാളെ റെഡിയായിട്ട് ഇതുപോലെ തന്നെ 4 മണിക്ക് തന്നെ ഇറങ്ങാനാണ് പ്ലാന്. നാളത്തെ വീഡിയോ കാണാം. ബൈ, ഗുഡ് നൈറ്റ്. നമ്മുടെ യാത്രയുടെ 3ാമത്തെ ദിവസമാണ്. ഇപ്പോൾ 4 മണിയായിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി നേരെ നമ്മൾ കൊല്ലത്തോട്ടാണ് പോകുന്നത്. എല്ലാവരും നല്ല ത്രില്ലിലാണ്. യാത്രാക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും സർപ്രൈസായിട്ട് പോകുന്നതിൻ്റെ ഒരു ത്രില്ലുണ്ട്. അപ്പോൾ എന്താവുമെന്ന് അറിയാനായിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് കാണാം. ഞാനതെല്ലാം വീഡിയോയിലെടുക്കാൻ ശ്രമിക്കാം. ചിലപ്പോൾ ഇവരെയൊക്കെ കാണുന്നതിൻ്റെ സന്തോഷത്തിൽ ഞാനത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. എപ്പോഴും നടക്കുന്ന കാര്യം എല്ലാം വീഡിയോ എടുത്ത് വെക്കണമെന്ന് മനസ്സിൽ വിചാരിക്കും. പക്ഷേ നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് കുറച്ച് സമയമല്ലേ കിട്ടാറുള്ളൂ എല്ലാവരുമായിട്ട്. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പോകാറില്ല. എന്നാലും ഇത് ഞാൻ മാക്സിമം വീഡിയോ ഒക്കെ എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി നമുക്ക് സേലത്തു നിന്ന് യാത്ര തുടരാം. ഇന്ന് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളെ വീഡിയോ കാണിക്കാം. സേലത്ത് നിന്ന് കൊല്ലത്തേക്ക് 471 കിലോമീറ്ററാണുള്ളത്. 9.5 മണിക്കൂർ എടുക്കും കൊല്ലത്തെത്താനായിട്ട്. അപ്പോൾ നമ്മൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും അതുപോലത്തെ ഇടയ്ക്കുള്ള ബ്രേക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു 3 മണിയാകുമ്പം എത്തുമെന്നാണ് തോന്നുന്നത്. ഇനി സേലത്തു നിന്ന് കൊല്ലത്തേക്കുള്ള റൂട്ട് ഞാനൊന്ന് പറയാം. സേലത്തു നിന്ന് നേരെ നാമക്കൽ, ദിണ്ടുഗൽ, മധുരൈ, തെന്മല, കുളത്തൂപ്പുഴ, പുനലൂർ, ആയൂർ വഴിയാണ് നമ്മൾ നലിലയിലെത്തുന്നത്. നലിലയിലേക്കുള്ള മാപ്പാണ് ഇട്ടേക്കുന്നത്. ഇതേ അവിടെ അച്ഛനും മോളും കൂടെ ചായ കുടിക്കുകയാണ്. ഇവിടെ ഒരു ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് ഒരു ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടും കൂടെ ചായ കുടിക്കാനായിട്ട് കയറി. തമിഴ്നാട്ടിലേക്ക് കയറിയപ്പോൾ തുടങ്ങിയ മഴയാണ്. ഇന്നലെ സേലത്തെത്തിയപ്പോഴും നല്ല മഴയുണ്ടായിരുന്നു. റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ്. ഈ മഴ ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി ഒരു പ്രശ്നമില്ല. റോഡൊക്കെ നല്ല കാലിയായിട്ട് കിടക്കുകയാണ്. ഇടയ്ക്കുള്ള ഈ മഴയില്ലായിരുന്നെങ്കിൽ നല്ല സൂപ്പർ യാത്രയാണ്. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു കടയിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്ലെയിൻ ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 തരം ചട്നിയും സാമ്പാറും പിന്നെ വേറൊരു കറിയുമാണ് ഉണ്ടായിരുന്നത്. കുഴപ്പമില്ലായിരുന്നു, എല്ലാം നല്ല അടിപൊളിയായിരുന്നു. പ്ലെയിൻ ദോശ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമ്മളെ നാട്ടിലെ ചെറിയ ദോശയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇവർ മസാല ദോശ വലുപ്പത്തിലുള്ള വലിയ ദോശയാണ് കൊണ്ടുവന്നത്. പക്ഷേ നല്ല ചട്നിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഞങ്ങളെല്ലാവരും കഴിച്ചു. ബദ്രിമോൻ പഴയതുപോലെ തന്നെ പൂരിയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾക്ക് 3 പേർക്കും ദോശയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നേരെ കൊല്ലത്തേക്ക് പോവുകയാണ്. ഇനി എങ്ങും നിർത്തണ്ട എന്ന് തോന്നുന്നു. 6 മണിക്കൂർ കണ്ടിന്യൂസ് പോകാൻ പറ്റും. മഴ ആയതുകൊണ്ട് എവിടെ നിർത്താനാ? എങ്ങും നിർത്തിയിട്ട് ഇറങ്ങാനും പറ്റത്തില്ല. എന്നാലും എവിടെയെങ്കിലും ചായക്കടയിലെങ്ങാനും നിർത്തി ഒന്ന് മുഖമൊക്കെ കഴുകണമെങ്കിൽ കഴുകാം. പക്ഷേ നമുക്ക് ക്ഷീണമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. വണ്ടിക്ക് ചിലപ്പോൾ ക്ഷീണം വരും. പിന്നെ നമ്മുടെ ഡ്രൈവർക്കും ക്ഷീണം വരാൻ സാധ്യതയുണ്ട്. കൂടി ഇരിക്കുന്നവർക്ക് ക്ഷീണം വരാറില്ല. ഡ്രൈവർക്ക് വേണമെങ്കിൽ ഒന്ന് മുഖമൊക്കെ കഴുകാം, നിർത്താം. പക്ഷെ എനിക്ക് വീട്ടിൽ പോയി നിർത്തിയാൽ മതിയെന്നൊരാഗ്രഹം, പെട്ടെന്ന് വീട്ടിലെത്താൻ. രാവിലെ ഞാൻ അമ്മയ്ക്കൊരു മെസ്സേജ് അയച്ച്, അമ്മ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്, ഇനി ഫോൺ എടുക്കാൻ പറ്റത്തില്ല, വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ ഇടയ്ക്ക് വെച്ച് വിളിക്കത്തുമില്ല. എനിക്ക് അതോട്ട് കള്ളമൊന്നും പറയേണ്ടി വരത്തില്ല. ചേട്ടന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞേക്ക് ഇനിയിപ്പോൾ അവർ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട്, അന്ന് വരുമെന്നുള്ള സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന്. പിന്നെ വിചാരിച്ചു ഇത്രയും ആയില്ലയോ. എന്നിട്ട് ചേട്ടൻ പറഞ്ഞ് നമ്മൾ നാളെ വരുമെന്ന് പറയാം, എന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് അങ്ങ് ചെല്ലാമല്ലോ. അത് നാളെ വരുമെന്നാകുമ്പോഴും കുറച്ച് സന്തോഷം കിട്ടുമല്ലോ, വരുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ട് ചേട്ടൻ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു പറയിക്കാനായിട്ട്. ഇനി വീട്ടിൽ ചെല്ലുമ്പോഴറിയാം. കഴിക്കാനൊക്കെ ഒന്നും കിട്ടത്തില്ല. കാരണം ഞങ്ങൾ വരുമെന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും നല്ലതുപോലെ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചേക്കും. പക്ഷേ ഇന്ന് നമുക്ക് കഴിക്കാനൊന്നും കിട്ടത്തില്ല കേട്ടോ. ഇവിടെ ആര്യങ്കാവൊക്കെ എത്തുന്നതിന് മുമ്പ് ഉള്ളൊരു സ്ഥലമാണിത്. ഈ കോടമഞ്ഞൊക്കെ താഴേക്ക് ഇറങ്ങി ആ മലയ്ക്ക് പകുതിയായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ക്യാമറയിലൊക്കെ എത്ര ഭംഗിയാണ് കിട്ടുന്നുണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ആ വിളഞ്ഞു കിടക്കുന്ന വയലും ആ കോടമഞ്ഞും കാർമേഘങ്ങളും മലയും എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട്. ഇതുവഴി പോകുന്ന ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ നിർത്തി ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങളും ഒന്ന് നിർത്തിയതാണ്. നമ്മളിവിടെ സ്റ്റക്കായി അവിടെ ഒരു ലോറി മറിഞ്ഞത് കാരണം നമ്മളിവിടെ സ്റ്റക്കായിരിക്കുകയാണ്. ഇപ്പം വീട്ടിൽ എത്താമെന്ന് പറഞ്ഞിട്ട് പോയതാ.
ഞങ്ങളിവിടെ ഒരു അരമണിക്കൂറായിട്ട് ഇവിടെ സ്റ്റക്കായി കിടക്കുകയാണ്. ഇവിടെ ഒരു ലോറി മറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും വണ്ടികളൊന്നും വിടുന്നുണ്ടായിരുന്നില്ല. കുറച്ച് മുമ്പേ ഒരു ഫോറസ്റ്റ് ഗാർഡിൻ്റെ വണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവരാണെന്ന് തോന്നുന്നു ഇപ്പോൾ റോഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. 2 ക്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു ഈ ലോറി ലിഫ്റ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഈ കിടക്കുന്നതാണ് ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്ന ലോറി. അതിലുണ്ടായിരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും അറിയാൻ പറ്റുന്നില്ല. കാരണം ആരുടെടുത്തും ചോദിച്ചിട്ടും ആർക്കും ഒന്നും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഈ ഒരു സൈഡ് മാത്രമേ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓപ്പോസിറ്റ് സൈഡിൽ അത് ക്രെയിൻ കിടക്കുന്നത് കൊണ്ട് തന്നെ ആ സൈഡ് ഇപ്പോഴും ബ്ലോക്കായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഞങ്ങൾ വീടെത്താറായിട്ടുണ്ട്. സാധാരണ വരുന്ന റൂട്ടിൽ നിന്ന് ഞങ്ങൾ ഓപ്പോസിറ്റ് റൂട്ടിലൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അമ്മയും അച്ഛനും ചിലപ്പം ചാവടി തന്നെ കാണും. കാരണം ആദ്യം മോനെ വിളിക്കാൻ സമയമായിട്ടുണ്ട്. ചിലപ്പോൾ അവിടെ തന്നെ കാണും. ഞാനെല്ലാം ഷൂട്ട് ചെയ്യാൻ നോക്കാം. എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല. എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ചിലപ്പം വീഡിയോ എടുക്കാനും മറക്കും. നോക്കാം. എനിക്ക് നല്ല ടെൻഷനും ഉണ്ട്, സന്തോഷമുണ്ട്. ഇന്നത്തെ ദിവസം ഞാൻ അമ്മയെ വിളിച്ചിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് ഞാനൊരു മെസ്സേജ് ഇട്ടതാണ്. ഞാനിനി തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ അമ്മയെ വിളിക്കത്തോളം എന്നും പറഞ്ഞുകൊണ്ട്. ഇപ്പം എന്നെ കാണുമ്പോൾ എന്തോ പറയുമെന്നറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ വീടെത്തിയിട്ടുണ്ട്. അമ്മ കണ്ട് കേട്ടോ, അമ്മ കണ്ട്. അമ്മ താടിയിൽ കൈ വെക്കുന്നു. മതി മതി അവിടെ ഇതെന്തൊരു പണിയായിപ്പോയി. ഒരു ശകലെങ്കിലും ഒന്ന് കള്ളി പറയാതിരുന്നിട്ട് അറിയായിരുന്നു. എന്താ പൊന്നെ, എന്ത് നിന്നിട്ട് ഒന്ന് അമ്പലത്തിൽ പോയിട്ടൊന്ന് വിളിക്കുന്ന പോലെ ഇല്ല. അല്ല അമ്മ അതെന്താന്ന് ഞങ്ങളങ്ങ് സംശയിക്കാം. മോന്റെ ഫോണിൽ വിളിച്ചൂടെ ഇവർക്ക്? ഒരു ഫോണിലേ ഉള്ള ഗൂഗിൾ എന്തോ പറയാനാണ്. അതോ അവിടുന്ന് കയറി വരുന്നത്. അല്ല ഞാൻ വൈകിട്ട് ആർക്കും അറിയത്തില്ല. ഗീതാന്റെ അറിഞ്ഞ അമ്മ അറിയത്തില്ലേ? ഗീതാന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മുടെ സർപ്രൈസ് ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. പക്ഷേ അച്ഛനൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്ന് അച്ഛൻ വന്നപ്പോഴേ പറയുകയാണ്. കാരണം ഞാൻ ഇതുവരെ അമ്മയെ വിളിക്കാതിരുന്നിട്ടില്ല. 1ഉം 2ഉം തവണയൊക്കെ അമ്മയെ വിളിക്കുന്നതാണ് ഒരു ദിവസത്തിൽ. അപ്പോൾ വിളിക്കാതിരുന്നപ്പം അച്ഛനൊരു ഡൗട്ട് ഇതേപോലെ വരാനായിരിക്കും, ചിലപ്പോൾ നാളെ രാത്രിയിൽ എത്താൻ സാധ്യതയുണ്ടെന്നൊക്കെ അമ്മയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയടുത്ത്. അവനറിയായിരുന്നോ? ഞാൻ ഇപ്പോഴും പറഞ്ഞേ നിങ്ങൾ തമ്മിൽ ഇത്രയും നേരം ഉണ്ടായിരിക്കത്തില്ല. ഇതിനെ കട്ട അച്ഛനും ബദ്രിമോനും കൂടെ ആദ്യമോനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോയതാണ്. ആദ്യമോന് സർപ്രൈസ് കൊടുക്കാനായിട്ടാണ് ബദ്രി കൂടെ പോയത്. പക്ഷേ ആദ്യം വലിയ സർപ്രൈസ് ഒന്നും ആയില്ല. അവൻ്റെ സർപ്രൈസ് എല്ലാം മനസ്സിലായിരുന്നു. അവൻ പുറത്തോട്ടൊന്നും കാണിച്ചില്ലെന്നാണ് ബദ്രി വന്ന് പറയുന്നത്. ഇനി അടുത്ത സർപ്രൈസ് അച്ചുവിനുള്ളതാണ്. അവൾ താണ്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. കാറ് കിടക്കുന്ന കണ്ടുകൊണ്ടത് ആരതാണെന്ന് നോക്കുവാണ്. ഞങ്ങളെ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. പിള്ളേരെ കണ്ടപ്പോഴത്തേക്ക് അവൾ ഷോക്കായിപ്പോയി. അവിടെ നിന്നുകൊണ്ട് അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഒന്ന് പറഞ്ഞതുപോലും ഇല്ലെന്നുള്ളത്. എന്തായാലും ആദ്യമോൻ സർപ്രൈസ് ആയില്ലെങ്കിലും അച്ചു നല്ല സർപ്രൈസ് ആയിട്ടുണ്ട്. അച്ഛന് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ ചിലപ്പോൾ വന്നേക്കുമോ എന്നുള്ളത്. പക്ഷേ അച്ചുവിന് ഒട്ടും അറിയത്തില്ല. ഞങ്ങൾ 2-3 ദിവസമായി അച്ചുവായിട്ട് വിളിച്ചിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒട്ടും അറിയത്തില്ല വരുമെന്നുള്ളത്. അപ്പോൾ അവൾ വളരെ ഷോക്കായിട്ട് തന്നെ നിൽക്കുമായിരുന്നു. കുഞ്ഞാൻ്റെ സർപ്രൈസ് ആണോ? കുഞ്ഞാൻ്റെ നമ്മൾ വരുന്ന വഴിക്ക് തെങ്കാശിയിൽ നിന്ന് പടക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചു വരുന്നതും കൂടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു പടക്കം പൊട്ടിക്കാനായിട്ട്. അപ്പോൾ അവളൂടെ വന്നു. നമ്മളിപ്പോൾ ഒരുമിച്ച് ഇത്തവണ ദീപാവലി നാട്ടിലാണ് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടിപൊളി ഒരു ദീപാവലി ആയിരുന്നു. എല്ലാവർക്കും നല്ല സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.